ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിലൂടെ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മലയാളി താരത്തിന്റെ കന്നി സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരമായി സഞ്ജു മാറിയിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായ സമയത്താണ് സഞ്ജുവിന്റെ തകർപ്പൻ സെഞ്ചുറി എന്നതാണ് എടുത്തു പറയേണ്ടത്. സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ സഞ്ജു സാംസൺ തൻ്റെ കൈമസിൽ ഉയർത്തിക്കാട്ടിയാണ് സന്തോഷം പങ്കുവച്ചത്. സെഞ്ചുറി നേട്ടം ബാറ്റ് ഉയർത്തി ആഹ്ലാദിക്കുന്നതിന് മുമ്പ് സഞ്ജു ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടത്താൻ കാരണമെന്താണ്? സഞ്ജു തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ സഹായിച്ച പരിശീലകനോട് ആദരവ് അർപ്പിക്കുന്നതിനായാണ് സഞ്ജു ഇത്തരമൊരു ആഘോഷ പ്രകടനം നടത്തിയത്. വളരെ വൈകാരികമായ അനുഭൂതിയാണ് തോന്നുന്നത്. ആ വികാരങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ നേട്ടത്തിലേക്ക് എത്താനായതിൽ വളരെ സന്തോഷമുണ്ട്. മാനസികമായും ശാരീരികമായും നിരവധി അധ്വാനം ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. അതിൻ്റെ ഫലം ലഭിച്ചതിൽ സന്തോഷം. ന്യൂ ബോളിൽ വളരെ മികച്ച ബൗളിംഗാണ് അവർ കാഴ്ചവെച്ചത്. ഓൾഡ് ബോളിലേക്ക് എത്തിയപ്പോൾ ബാറ്റിംഗ് കൂടുതൽ ദുഷ്കരമായി മാറി. KL രാഹുൽ പുറത്തായ ശേഷം അവർക്ക് അല്പം ആധിപത്യമുണ്ടായിരുന്നു. കേശവ് മഹാരാജ് വളരെ മനോഹരമായാണ് പന്തെറിഞ്ഞത്. എന്നാൽ ഞാനും തിലകും ചേർന്ന് കൂട്ടുകെട്ട് പടുത്തുയർത്താനാണ് ശ്രമിച്ചത്. ഇന്ത്യ ഒരു അധികം ഓൾറൗണ്ടറുമായാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 40 ഓവറിന് ശേഷം ആക്രമിച്ച് കളിക്കാമെന്ന പദ്ധതിയിലായിരുന്നു ഞാനും തിലകും, സഞ്ജു സാംസൺ സെഞ്ചുറിക്ക് പിന്നാലെ പറഞ്ഞു. ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ പ്രകടനമെന്ന് പറയാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി മാറാൻ സഞ്ജുവിനായി. ഇതിനു മുമ്പ് വിരാട് കോഹ്ലി മാത്രമാണ് ഈ റെക്കോർഡ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ സഞ്ജുവിനും ആ നേട്ടത്തിലേക്ക് പേരു ചേർക്കാനായി. പ്രതിഭയുള്ള വിക്കറ്റ് കീപ്പറായിട്ടും ഇന്ത്യ പല കാരണങ്ങളാൽ സഞ്ജുവിനെ തഴഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു തൻ്റെ പ്രതിഭ എന്താണെന്ന് കാട്ടിക്കൊടുത്തു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ പതിയെ തുടങ്ങുകയും പിന്നെ പതിയെ റൺസ് ഉയർത്തുകയും ചെയ്ത സഞ്ജു അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ അതിവേഗം റൺസ് ഉയർത്താനാണ് ശ്രമിച്ചത്. 6 4-ഉം 3 6-ഉം ഉൾപ്പെടെയാണ് സഞ്ജു കയ്യടി നേടിയത്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇനിയും തുടരവസരങ്ങൾ സഞ്ജു അർഹിക്കുന്നു. എന്നാൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചതിനാലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ സഞ്ജുവിൻ്റെ സ്ഥാനം തെറിക്കും. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ 3-ാം നമ്പറിൽ ഇന്ത്യക്ക് വിശ്വസിക്കാനാവുന്ന താരമാണ് സഞ്ജു. കൂടുതൽ അവസരം നൽകിയാൽ വലിയ കരിയർ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഏകദിനത്തിൽ 56-ന് മുകളിലാണ് സഞ്ജുവിൻ്റെ ശരാശരി. എന്നാൽ KL രാഹുൽ, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം വേണ്ടി സഞ്ജു ബലിയാടാവുകയാണ് പതിവ്. ഈ പ്രകടനത്തിലൂടെയെങ്കിലും സഞ്ജുവിൻ്റെ പ്രതിഭ തിരിച്ചറിയുകയും കൂടുതൽ അവസരം താരത്തിന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആരാധക പ്രതീക്ഷ. എന്തായാലും സഞ്ജുവിൻ്റെ കരിയറിൽ വഴിത്തിരിവായി ഈ സെഞ്ചുറി പ്രകടനം മാറുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.